ഇതേപോലെ ടൈമും എഫേർട്ട് സേവ് ചെയ്തത് ഞങ്ങൾക്ക് ഓർഡേഴ്സ് വരും, ഇ കൊമേഴ്സിൽ ഷോപ്പിഫൈയിൽ ഓർഡേഴ്സ് വരും. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ സാധനം ഈ സ്റ്റോക്ക് എവിടെയാണുള്ളത്, ഏത് ഔട്ട്ലെറ്റിലാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എഴുതി വെച്ചിട്ട് ആ ERPയിൽ പോയിട്ട് ഓരോ സാധനമായിട്ട് അടിച്ചു നോക്കണം. ഈ സാധനം ഇന്ന് ഔട്ട്ലെറ്റിലുണ്ട്, ഈ സാധനം ഇന്ന് ഔട്ട്ലെറ്റിലുണ്ട്, ഈ സാധനം ഇന്ന് ഔട്ട്ലെറ്റിലുണ്ട്. എന്നിട്ട് അതൊക്കെ മാർക്ക് ചെയ്തിട്ട് ഈ എല്ലാ സാധനവും കിട്ടുന്ന ഏതെങ്കിലും ഔട്ട്ലെറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ആ ഔട്ട്ലെറ്റിൽ വിളിച്ചതിന് സാധനങ്ങൾ റെഡിയാക്കി വെക്കാൻ പറയാൻ. ഇതൊരു 15-20 മിനിറ്റ് എടുക്കും ഒരു ഒറ്റ ഓർഡർ പ്രോസസ്സ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ERPയിൽ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പാടുള്ളൊരു സാധനമല്ല. ഡെവലപ്പറെ വിളിക്കണം, ആ കമ്പനിനെ വിളിക്കണം, പിന്നെ അവർക്ക് ചേഞ്ച് റിക്വയർമെൻറ്റ് കൊടുക്കണം. ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് മന്ത്സ്. നമ്മളെന്ത് ചെയ്തു, നിങ്ങൾ എക്സ്പോർട്ട് തന്നേക്ക്, ഞങ്ങൾ എക്സെല് ചെയ്തോളാറുണ്ട്. അത് നേരെ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെംപ്ലേറ്റ് ഉണ്ടാക്കി ആ ടെംപ്ലേറ്റിൽ നമ്മൾ ഷോപ്പിഫൈൻ്റെ ഓർഡർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പറഞ്ഞൊരു ഇന്ന് ഔട്ട്ലെറ്റിന് പിക്ക് ചെയ്താൽ മതി. 20 മിനിറ്റുള്ളത് വിത്തിൻ സെക്കൻഡ്സ്. എത്ര മാൻ അവേഴ്സ് സേവ് ആയിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സലിൽ, അതായത് നമ്മളെപ്പോഴും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കേണ്ട ആവശ്യമില്ല. സൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് എക്സൽ ഉണ്ടാക്കും. ഇപ്പം ഞങ്ങളതൊരു ആപ്പാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 20 മിനിറ്റിലെ സാധനം നമ്മൾ സെക്കൻഡ്സ് ആക്കി മാറ്റി. അതായത് അവിടെ ഇഷ്ടം പോലെ മാൻ അവേഴ്സ് സേവ് ആയി. ഇനി അത് ആപ്പാക്കി മാറ്റുക, എക്സലിന് പകരം അവിടെ തന്നെ കാര്യങ്ങൾ ഇറക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് സൊല്യൂഷൻ എക്സലാണ്. എക്സലിൽ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ആൾക്കാർ എപ്പോഴും ജഡ്ജ് ചെയ്യാം എക്സൽ ജസ്റ്റ് അതൊരു സ്പ്രെഡ്ഷീറ്റ്, അതായത് കുറച്ച് റോസ് കുറച്ച് റോളംസ്, അതിൽ സമ്മിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റുന്ന അറിയാം. കറക്റ്റ്. എത്ര AI വന്നാലും ഏതൊക്കെ ലെവലിൽ വന്നാലും എക്സൽ റീപ്ലേസ് ആവില്ല, അസിസ്റ്റന്റ് ആവും AI എന്നുള്ളത്. കറക്റ്റ്. ഒരിക്കലും റീപ്ലേസ് ചിന്തിക്കുക വേണ്ട. അതെ അല്ലേ, ബൈ ഡീഫോൾട്ട് ആയിട്ട് കാണാതെ എല്ലാ സിസ്റ്റത്തിനൊക്കെ ഒരു എക്സൽ ഫയൽ മിനിമം ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ്. ഒരു എല്ലാ കോർപ്പറേറ്റിലും മിനിമം ഒരു ഫയലെങ്കിലും അല്ലെ കൺട്രോൾ ടാബ് അടിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരു എക്സൽ ഫയൽ ഉണ്ടാവും. കറക്റ്റ്. നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ ചെയ്യില്ല ഫസ്റ്റ് എക്സൽ. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇമ്പോർട്ട് ചെയ്യണം, നേരെ എക്സലിൽ ഒരു CSV ആക്കും, സ്റ്റോക്ക് ഇമ്പോർട്ട് ചെയ്യും. 65 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് എക്സലിന് അറിയാം. പക്ഷെ നമ്മളറിയുന്നത് എക്സൽ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ സോഹോ അതേ ഉള്ളൂ. അതിൻ്റെ താഴെ എത്ര എണ്ണം വന്നു. പക്ഷെ ആ ഇൻഡസ്ട്രി എല്ലാവരും വേൾഡ് വൈഡ് മൊത്തം അക്സെപ്റ്റ് ചെയ്തൊരു സംഭവം എക്സൽ. കറക്റ്റ്. നമ്മൾ ഇപ്പൊ കുറെ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ആയി, കാരണം എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ഗൂഗിൾ തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറെ ഗൂഗിൾ ഷീറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നെറ്റ് വേണം, ഓഫ്ലൈനിൽ വർക്ക് ചെയ്യാമെങ്കിലാ അതുണ്ട്. കറക്റ്റ്. ഓഫ്ലൈനിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സലിൻ്റെ ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ജസ്റ്റ് പിന്നെ കണക്ക് കൂട്ടാൻ മാത്രമല്ല എക്സൽ. അതിൻ്റെ അകത്ത് പല സോഫ്റ്റ്വെയറുകളും പറഞ്ഞ പോലെ പല ബട്ടൺസും പ്ലേസ് ചെയ്യാം. ഒരു ഫുൾ സോഫ്റ്റ്വെയർ എക്സലിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റും, ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റ്. അപ്പം ഞാനിപ്പം നോർമലി ചെയ്യാറ് എല്ലാം എക്സലാണ്. ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, P&L മാനേജ്മെൻറ്റ്, ഇതൊക്കെ എക്സൽ ഉണ്ടെങ്കിലേ നമുക്കൊരു ഫോർകാസ്റ്റ് കിട്ടുള്ളൂ. ഇത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്നും എങ്ങനെയാണ് ഇത് എത്തിക്കേണ്ടതെന്നും.